1799 മെയ് 4-ാം തീയതി ശ്രീരംഗപട്ടണത്ത് വെച്ച് ഒരു ചെറുപ്പക്കാരൻ ബ്രിട്ടീഷുകാരന്റെ വെടിയേറ്റ് മരിച്ചു. കണ്ണ് പകുതി തുറന്നിരുന്നു എന്ന പുസ്തകത്തിൽ എഴുതിയത്. ഞാൻ കരഞ്ഞുപോയി ആ പുസ്തകത്തിൽ. കണ്ണ് പകുതി തുറന്നു ഇരുന്നു. ആരാത്? ടിപ്പു. നിങ്ങൾ ഹിസ്റ്ററി പഠിച്ചവരല്ലേ? ലോക ചരിത്രത്തിൽ എത്ര രാജാക്കന്മാർ പടക്കളത്തിൽ വെച്ച് മരിച്ചിട്ടുണ്ട്? നിങ്ങൾ പഠിച്ചിട്ടില്ല ചരിത്രത്തിൽ? ഇനി APJ അബ്ദുൽ കലാമിന്റെ വിങ്സ് ഓഫ് ഫയർ കൂടി നിങ്ങൾ ചേർത്ത് വായിക്കും. അബ്ദുൽ കലാം സാറ് BSSCയുടെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ഉന്നത സ്ഥാനത്തുണ്ടായിരുന്ന ആളല്ലേ. അദ്ദേഹത്തിന്റെ ആത്മകഥ ഞാൻ വായിച്ചിട്ടുണ്ട്, വിങ്സ് ഓഫ് ഫയർ. ഈ ടിപ്പു സുൽത്താൻ അതുകൊണ്ട് പറഞ്ഞില്ലെങ്കിൽ അതൊരു കോർവയാവില്ല. ടിപ്പു മരിച്ചപ്പോ ടിപ്പുവിന്റെ കോട്ടയ്ക്ക് പിന്നെ അബ്ദുൽ കലാം പറയുന്നത് അമേരിക്കയിൽ ഇദ്ദേഹം പോയി. അവിടെ മുതൽ പറയാം, 2 മിനിറ്റ്. അമേരിക്ക ചെന്നു എപ്പോ ട്രെയിനിയായി. ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുമ്പോൾ ഉപരിപഠനത്തിന് അമേരിക്കയ്ക്ക് പോയി. VIP നാസയുടെ സ്വീകരണ മുറി ഇരിക്കുക അബ്ദുൽ കലാം സാറിക്കിന്. നാസയുടെ സ്വീകരണ മുറിയിൽ അബ്ദുൽ കലാം സാറ് പ്രതിരോധ രംഗത്തെത്തുന്നതിന് മുമ്പ് ഭാരതത്തിന്റെ റോക്കറ്റ് വിക്ഷേപിക്കാൻ ക്രയോജനിക് എഞ്ചിൻ റഷ്യയിൽ നിന്ന് വാടകയ്ക്കെടുക്കേണ്ടി വന്നെങ്കിൽ ഒരു സ്ക്രൂ പോലും ഭാരതത്തിൽ നിർമ്മിച്ചത് ഭാരതത്തിൻ്റെതായിരിക്കണമെന്ന ദൃഢപ്രതിജ്ഞയോടെ വിക്രം സാരാഭായിയുടെയും അതുപോലെ തന്നെ ഉന്നതന്മാരായ ഭാരതത്തിന്റെ പ്രതിരോധ ഗവേഷണ നിരീക്ഷണ പരീക്ഷണങ്ങൾ ഉജ്ജ്വലമായ വ്യക്തിത്വം പതിപ്പിച്ച മഹാപ്രതിഭാശാലികളുടെ ആഗ്രഹം സാധിച്ചുകൊണ്ട് വിവാഹം കഴിക്കാൻ പോലും മറന്നുപോയ അബ്ദുൽ കലാമിന്റെ നേതൃത്വത്തിൽ ക്രയോജനിക് എഞ്ചിൻ സ്വന്തമായി നിർമ്മിച്ചുകൊണ്ട് പൊഖ്റാനിൽ അണുവായുധ പരീക്ഷണം നടത്തി വിജയിപ്പിച്ച് നേട്ടം മരിച്ചപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമതി ഗാന്ധി പാർലമെന്റ് വിളിച്ചിട്ട് ചോദിച്ചു, വാട്ട് യു വാണ്ട് മിസ്റ്റർ അബ്ദുൽ കലാം? എന്താ വേണ്ടത് ചോദിക്കൂ. 540-ലധികം മെമ്പർമാരിരിക്കുക. ഇന്ത്യ മൊത്തം ചോദിക്കുന്നതിന് തുല്യമാത്. പാർലമെന്റ് മെമ്പർ ആകുമ്പോ ചോദിച്ചു, എന്ത് ഇന്ത്യ അങ്ങേക്ക് തരണം? ഇന്ത്യ എന്ത് തരണം അങ്ങേക്കെന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട് അബ്ദുൽ കലാമിനോട്. ഈ അബ്ദുൽ കലാം അമേരിക്കയിൽ ചെന്നു. നാഷണൽ എയറോനോട്ടിക്കൽ സ്പേസ് അഡ്മിനിസ്ട്രേഷന്റെ VIP റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു ചിത്രം. പുസ്തകം വായിക്കണം, വാട്സാപ്പ് നോക്കിയിട്ട് സോഷ്യൽ മീഡിയക്കകത്ത് പാട്ടും പാടിക്കൊണ്ട് കേട്ടാ പോരാ. എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയാം, വായന നിങ്ങൾ ഒരു ദിവസം 4 മണിക്കൂർ വായിക്കണം. ഞാൻ നവാസ് മന്നാനിയോട് എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഞാൻ ഉപദേശിച്ചൊരു ഉപദേശം അതാണ്, 3 മണിക്കൂർ മിനിമം വായിക്കണമെന്ന്. പിന്നെ എനിക്കൊരു മകനുണ്ട്, അവൻ ഡോക്ടറാ. വാപ്പി വായിക്കാൻ നേരം ഉറക്കം വരുമെന്നാണ്. അവൻ വായിക്കുന്ന ബെയിലി ആൻഡ് ലോ എ ഷോർട്ട് ഓഫ് പ്രാക്ടീസ് ഓഫ് സർജറി. അവന്റെ മെഡിസിൻ സംബന്ധ പുസ്തകം. ഞാൻ പറയാം, SK പൊറ്റക്കാരന്റെ പുസ്തകം വായിക്കണം. ഒരു തെരുവിന്റെ കഥ നീ വായിക്ക്. ഗാന്ധിയുടെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ വായിക്ക്. ഷേക്സ്പിയറിന്റെ മാക്ബത്തും ജൂലിയസ് സീസറും വായിക്ക്. മാർക്കാന്റണിയുടെ പ്രസംഗമൊക്കെ നീ ഒന്ന് പഠിക്ക്. 2000 കൊല്ലത്തിന് മുമ്പ് മാർക്ക് ആന്റണി ജൂലിയസ് സീസർ മരിച്ചപ്പോ അവിടെ ആകെ പ്രശ്നം ഉണ്ടായപ്പോൾ ഒരു പ്രസംഗം നടത്തിയ പ്രസംഗമൊക്കെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെ ഒന്ന് മനസ്സിലാക്കാനൊക്കെ പറയുമ്പോൾ വേറെ ജോലിയില്ലെന്ന് അവള് പറയാതെ തന്നെ അങ്ങ് പോവും. അതാ നമ്മുടെ എന്റെ ചെറുപ്പക്കാർ പറയാം, നിങ്ങൾ വായിക്കണം. അബ്ദുൽ കലാം സാറ് പറയുക, നാസയുടെ സ്വീകരണ മുറിക്കകത്ത് തവിട്ട് നിറമുള്ള ഒരാൾ റോക്കറ്റ് കൊണ്ട് യുദ്ധം ചെയ്യുന്ന ഒരു ഛായാചിത്രം ഞാൻ കണ്ടു. ഞാൻ ആദ്യം ഒന്ന് നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവാതെ ഞാൻ കസേരക്കകത്ത് വന്നിരുന്നിട്ട് രണ്ടാമത് ഞാൻ ചെന്ന് നോക്കി. ആരാണ് പടച്ചവനെ? ഭാരതീയനായ ഒരു രാജാവിന്റെ, ഭാരതീയനായ ഒരു ചക്രവർത്തിയുടെ ചിത്രമാണത്. സാക്ഷാൽ മഹാനായ ടിപ്പു സുൽത്താൻ റോക്കറ്റ് കൊണ്ട് യുദ്ധം ചെയ്യുന്ന ഛായാചിത്രം അമേരിക്കയുടെ സ്വീകരണ മുറിയിൽ. ആരുടെ? പെന്റഗണിലെ ഡിഫൻസ് ഡയറക്ടറുടെ മുറിയിൽ. അമേരിക്കൻ പ്രസിഡന്റിനും പ്രതിരോധ വകുപ്പിന്റെ ഉന്നതന്മാർക്കും അതുപോലെ തന്നെ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും അല്ലാതെ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ഏരിയ എന്ന് നിർവചിച്ചിരിക്കുന്ന സ്ഥലത്ത് ആരുടെ ഫോട്ടോ വല്ല ചിത്രം? മഹാനായ ടിപ്പുവിന്റെ ചിത്രം. റോക്കറ്റ് കൊണ്ട് യുദ്ധം, അതെന്താ അത്ഭുതം? അബ്ദുൽ കലാം പറയാണ്, 1799 മെയ് 4 മരിച്ചു വീണപ്പോ ബ്രിട്ടീഷുകാര് നേരെ കോട്ടയ്ക്കകത്ത് കടന്നപ്പോ 600-900 റോക്കറ്റുകളും അനുബന്ധ ഉപകരണങ്ങളും കിടക്കുന്നു. ഇംഗ്ലീഷുകാർ പരസ്പരം ചോദിച്ചു, വാട്ട് ഈസ് ദിസ്? ഇതെന്താ? അവര് പറഞ്ഞു, ഒന്നുകിൽ ഇത് സ്റ്റീം കേക്ക് പുട്ടായിരിക്കും, ഇന്ത്യൻ പുട്ട്. ഇതവരെടുത്തോണ്ട് പോയി. അബ്ദുൽ കലാം സാറ് പറയുന്നുണ്ട്, എടുത്തോണ്ട് പോയി. ഇത് റോക്കറ്റാണ്, എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ല.
വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം ലണ്ടനിൽ കൊണ്ടുപോയി വെച്ചു. ഉപയോഗിക്കാൻ അറിയില്ല. അവസാനം ഇവരുടെ ശാസ്ത്രജ്ഞന്മാർ വന്ന് 20ാം നൂറ്റാണ്ടിൽ തുടക്കത്തിൽ നോക്കി. പക്ഷേ അതിന്റെ റിലേ ഒന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. ഇനി അബ്ദുൽ കലാം സാറിന്റെ ഭാഷയിൽ ഞാൻ പറയാം. റിവേഴ്സ് എഞ്ചിനീയറിംഗ് ടെക്നോളജി, വിപരീത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ജർമ്മനി അതിൽ നിന്ന് ഒരെണ്ണമെടുത്തിട്ടൊന്ന് വിട്ടു. നേരെ ലണ്ടന്റെ നഗരം, കുറെ സായിപ്പന്മാര്, ഖല്ലി വല്ലി. അത് ടിപ്പുവിന്റെ ഒരു കറാമത്ത. അത് ടിപ്പു സുൽത്താന്റെ കറാമത്താണ്. റിവേഴ്സ് എഞ്ചിനീയറിംഗ്, വിപരീത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ആധുനിക ജർമ്മനിക്കും ലണ്ടനും റോക്കറ്റ് ഉപയോഗിക്കാൻ, ലോകത്താദ്യമായി റോക്കറ്റിന്റെ ഉപജ്ഞാതാവെന്ന് ധൈര്യസമേതം പറയാൻ കഴിയുന്നത് ടിപ്പു സുൽത്താനാണെന്ന് അബ്ദുൽ കലാം എഴുതി വെച്ച പുസ്തകം പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ലോകത്തവർ അമേരിക്കയും ഒരു റഷ്യയും ഒരു ജപ്പാനും ഒരു ഹംഗറിയും ഒരു ഇന്ത്യയും അത് നിഷേധിച്ചിട്ടില്ല. ആ റോക്കറ്റ് കൊണ്ട് ഭാരതത്തിൽ കടന്നെന്ന ബ്രിട്ടീഷുകാരനോട് പോരാടാൻ സന്നദ്ധത കാണിച്ച അള്ളാഹുവിന്റെ വലിയായ ടിപ്പു സുൽത്താൻ മൈസൂരിൽ ഒരു പള്ളി പണിഞ്ഞു. ആ പള്ളിയിൽ സുബഹി നിസ്കരിക്കാൻ വേണ്ടിയിട്ട്, ലൊഹർ നിസ്കരിക്കാനും അസ്ർ നിസ്കരിക്കാനും ഒക്കെ ആൾ വരണമല്ലോ. ഒരു അസറിനാണ് ഉദ്ഘാടനം. നാട്ടിലെ പണ്ഡിതന്മാരെ മൊത്തം വിളിച്ചു. ഷാഫി, ഹനഫി, ഹംബലി മദ്ഹബിൽ ഫത്വ കൊടുക്കാൻ കഴിവുള്ള ഹാഫിദീങ്ങളും ഒക്കെ വന്നു. ടിപ്പു സുൽത്താനും വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പള്ളിക്കകത്ത് ഒരു ബാങ്ക് വിളിക്കണം ഒരാള്. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞ് കൈപൊക്കി. ഒരാഗ്രഹമല്ലേ ആദ്യത്തെ ബാങ്ക് വിളി, ഇനാഗുരേഷൻ നടക്കുന്ന സമയല്ലേ. ടിപ്പു സുൽത്താൻ പറഞ്ഞു, അൽഹംദുലില്ലാ, ആവേശം കൊള്ളാം, ഇരിക്കൂ, എനിക്കൊരു ഷർത്തുണ്ട് എന്ന് പറഞ്ഞു. എന്താ ഷർത്ത്? താടി എല്ലാവരും ഇങ്ങനെ തടകിയിരിക്കുക, ഉസ്താദന്മാര്, ആലിമീങ്ങൾ, വലിയ പണ്ഡിതന്മാര്. അപ്പൊ ചോദിച്ചു, എന്താ ഷർത്ത്? പ്രായപൂർത്തി എത്തിയ ശേഷം ഇന്ന് രാവിലെ വരെ ഒരു സുബഹിയും കളാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് വാങ്ങിക്കൊളിക്കട്ടെ. അപ്പൊ ഒരാൾ ചോദിച്ചു, ഉറങ്ങിയെങ്കിലോ? അത് പറ്റൂല, അത് അള്ളാന്റെ അടുത്ത് ഇവിടെ പറ്റൂല. ഉറങ്ങിയെങ്കിലോ? അത് പറ്റില്ല. അപ്പൊ ഇവര് പരസ്പരം പറഞ്ഞു, ഇന്ന് ബാങ്കുളി നടന്നത് തന്നെ. ആരും തയ്യാറാവാതിരുന്ന നേരത്ത് 4 വരക്കട വീതിയിലുള്ള കരയുള്ള മുണ്ടുമുടുത്ത് മൈസൂറിന്റെ സിംഹമാക ടിപ്പു സുൽത്താൻ മെഹ്റാബിന്റെ വലതുവശത്ത് നിന്ന് ഖിബലയുടെ നേരെ തിരിഞ്ഞു പറഞ്ഞില്ലേ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. കണ്ണുനീരങ്ങനെ ഒഴുകുകയായിരുന്നു. പണ്ഡിതന്മാര് കരഞ്ഞുപോയി. നിസ്ബാങ്ക് വിളി കഴിഞ്ഞപ്പോ ടിപ്പു ഗദ്ഗദത്തോടെ പറഞ്ഞു, പ്രായപൂർത്തി എത്തിയ ശേഷമെന്നല്ല, 7 വയസ്സ് മുതൽ ഇന്ന് വരെ ടിപ്പുവിന്റെ സുബഹി ഖളാ ആയിട്ടില്ല എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ വലിയായ ടിപ്പുവിന്റെ ഖബറിന്റെ അടുത്ത് ഞാൻ സിയാറത്തിന് എന്റെ ഭാര്യയും മക്കളെയും കൂട്ടിക്കൊണ്ടുപോയപ്പോ ഞാൻ അവിടെ നിന്ന് ഓതിയപ്പോ, പടച്ചവനെ, ഞാൻ എത്ര അശുവാണെന്ന് തോന്നിപ്പോയ നിമിഷമാണ്. രാജ്യത്തിന്റെ സ്നേഹത്തോടൊപ്പം മതബോധമുണ്ടാകുന്നത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണെന്ന് കണ്ട് ബ്രിട്ടീഷുകാരനോട് പോരാൻ ടിപ്പുവിനെ പ്രേരിപ്പിച്ചെങ്കിൽ ആ ടിപ്പുവിനെ പോലെയുള്ള ധീരരായ നിരവധി സഹോദരങ്ങളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജൈനന്മാരും ബുദ്ധന്മാരും രക്തം കൊടുത്ത് രക്തം ചീന്തിയ ഭാരതം എന്ന രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ ഗാന്ധി എന്ന MK ഗാന്ധി ആക്ഷേപിച്ച ബ്രിട്ടീഷുകാരനെ, ആ ബ്രിട്ടീഷുകാരന്റെ വൈസ്രോയുടെ ഭാര്യയുടെ പട്ടിക്ക് കൊടുക്കേണ്ട ആഹാരം മുറിക്കകത്ത് കയറിയിട്ട് വയറ്റിലേക്ക് ആവേശത്തോടെ തിന്നേണ്ട സ്ഥിതിയിലേക്ക് പടച്ചവൻ കൊടുത്തെങ്കിൽ, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് ഗാന്ധി പറഞ്ഞു. ഖുർആൻ റസൂലുള്ളാഹിനെ കുറിച്ച് അങ്ങനല്ല പറഞ്ഞത്. മുഹമ്മദ് മുസ്തഫ ഖുർആൻ വേറെ ഒരു ശൈലിയിലാണ് പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا. ആദ്യം നബിയുടെ അനുചരന്മാരോടാണ് പറഞ്ഞത്,
വകദാലിക അപ്രകാരം ജഅൽനാകും ഏ പ്രവാചകാനുചരന്മാരെ, ഓ അബൂബക്കറെ, ഓ ബിലാലെ, ഓ ഫാത്തിമ, ഓ സുമയ്യ, ഓ ഹഫ്സ, ഓ മൈമൂന, ഏ പ്രവാചക പത്നികളെ, വിശ്വാസിനികളെ, പ്രവാചകാനുചരന്മാരെ, അവരുടെ ഭാര്യമാരെ, ജഅൽനാകും നിങ്ങളെ നാം ആക്കിയിരിക്കുന്നു ഉമ്മതം വസത, നിങ്ങളെ നാം ഒരു മധ്യ സമുദായമാക്കിയിരിക്കുന്നു. അണ്ടർലൈൻ ചെയ്യണേ ഇവിടെ, ലിതകൂനു നിങ്ങളാവാൻ ശുഹദാ അലന്നാസ്, ലോകം അവസാനിക്കുന്നത് വരെയുള്ള സർവജനങ്ങൾക്കും നിങ്ങളിലൂടെ സാക്ഷ്യമാവണം. നിങ്ങളുടെ ജീവിതം അവർ കണ്ട് പഠിക്കണം. ഒന്നാം ഗ്രേഡ് നിങ്ങൾക്കൊരാളെ ഞാൻ തരാം, വയകൂന റസൂലു അലൈക്കും ഷഹീദാ. എന്തൊരു പോയിന്റാണ് ആ ഖുർആൻ പറഞ്ഞത്. പ്രവാചക അനുചരന്മാർ ലോകത്തിന് സാക്ഷികളാണെന്നും അവരിൽ നിന്ന് ഇസ്ലാം പഠിക്കട്ടെ. നിങ്ങൾക്ക് പിൻപറ്റാൻ ഞാൻ ഒരാളെ തരാം, വയകൂന റസൂലു അലൈക്കും ഷഹീദാ, അത് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബിക്ക് 23 കൊല്ലം കൊണ്ട് കൊടുത്തതാണ് ഖുർആൻ. ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കണേ. ഇവിടെ സാറന്മാരുണ്ട്, പ്രൊഫസർമാരൊക്കെ ഉണ്ട്. ഞാൻ സാധാരണക്കാരനാണ്. അറിവ് നമ്മൾ എങ്ങനെയാണ് നേടുന്നത്? അറിവ് ഞാൻ ഉദാഹരണം എടുത്ത് പറയാം. നിങ്ങൾ ബോറടിക്കരുത്, എഴുന്നേക്കരുത്. അത്യാവശ്യം ടോയ്ലറ്റ് പോകേണ്ടവരൊക്കെ എഴുന്നേക്കാന്നല്ല, 10-15 മിനിറ്റ് നമുക്ക് നിർത്താം. നിങ്ങളുടെ കയ്യിലൊരു പേപ്പറും പേന ഞാൻ തരികയാണ്, തന്നിട്ട് പറയാണ് എൻ്റെ പ്രായം നിങ്ങളൊന്ന് എഴുതണം. ഒരാൾ എഴുതുന്നത് വേറെ ഒരാൾ കാണാൻ പാടില്ല എന്നാണ് എൻ്റെ ഷർത്ത് എന്ന് പറഞ്ഞ ഒരു പേപ്പറും പേനയും തന്നെന്ന് വെക്കുക. നിങ്ങൾ എൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു പ്രായം എഴുതി ബഹുമാനപ്പെട്ട മഹല്ല് പ്രസിഡന്റിന്റെ കയ്യിലോ നവാസ് മന്നാനയുടെ കയ്യിലോ കൊണ്ടുപോയി കൊടുത്താൽ എൻ്റെ ചോദ്യം നിങ്ങളുടെ എല്ലാവരുടെയും ഉത്തരം ഒന്നായിരിക്കുമോ എന്നതാണ്. നിങ്ങളെല്ലാവരും ഒരേ വയസ്സിൽ എത്തിച്ചേരുമോ? ചിലര് പറയും എനിക്ക് 90 ഉണ്ടെന്ന് പറയാം, ചിലർ 80 പറയാം, ചിലർ 70 പറയാം, ചിലർ 50 പറയാം. കുറച്ച് പറയുന്നത് എനിക്ക് സന്തോഷമായിരിക്കും. ശരിയല്ലേ? അത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഞാൻ ഖുർആൻ പറയാനാണ് ഇത് പറയുമ്പോഴേ നിങ്ങൾക്ക് ആ ഉദാഹരണത്തിൽ നിങ്ങൾക്ക് ഖുർആൻ പറയാനാണ്. അങ്ങനെ നിങ്ങൾക്കൊരു പേപ്പർ തന്നാൽ നിങ്ങൾ അതിനകത്ത് എഴുതി വെക്കുന്നത് എന്താണ്? നിങ്ങളുടെ അനുമാനമാണ്. നിങ്ങളുടെ അനുമാനം എന്ന് പറഞ്ഞാൽ കൺസെപ്ച്വൽ നോളജ്, ധാരണാത്മകമായ അറിവ്. ഓൾ സയൻസ് ഈസ് കൺസെപ്ച്വൽ നോളജ്. എല്ലാ ശാസ്ത്രവും ധാരണാത്മകമായ അറിവാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സുവോളജി, ബോട്ടണി എക്സെട്ര, അത് തന്നെയാണ് സയൻസ്. അല്ല നിങ്ങൾ പറയും ലോകത്തെ 4 ശക്തിയാണ്: ഗ്രാവിറ്റേഷൻ, ഗുരുത്വാകർഷണം, ഇലക്ട്രോ മാഗ്നറ്റിക് പവർ, സ്ട്രോങ് ഫോഴ്സ് ആൻഡ് വീക്ക് ഫോഴ്സ്. ഫിസിക്സിന്റെ തിയറി അതാണ്. ഒരാറ്റം അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ ന്യൂട്രോൺ, ഇലക്ട്രോൺ, എന്റെ പടച്ചോനെ എല്ലാം ഇടത്തുനിന്ന് കറങ്ങുക, കഅബത്ത് തവാഫ് ചെയ്യുന്ന പോലെ. അതിന്റെ സീക്രട്ട് ഇതുവരെ അത് പിന്നെയും വിഭജിച്ചു. ആന്റി കോർക്ക് ആന്റി കോർക്ക് കണ്ടെത്തിയിട്ടില്ല ഇപ്പോഴും. അതിന് കണ്ടെത്തുന്നവർക്ക് നോബൽ സമ്മാനം കൊടുത്ത് തീർന്നിട്ടില്ല. ഇനിയും അടുത്ത വർഷം വീണ്ടും കൊടുക്കാൻ കാത്തിരിക്കുകയാണ് അതിന്റെ വക്താക്കൾ. ഇതല്ലേ കൺസെപ്ച്വൽ നോളജ്, ധാരണാത്മകമായ അറിവാണ് ശാസ്ത്രം. ശാസ്ത്രമില്ലെങ്കിൽ ഈ മൈക്കില്ല. ഞാൻ അവരെ അഭിമാന പുരസ്സരം ബഹുമാനിക്കുന്നു, എല്ലാ സയന്റിസ്റ്റുകളെയും. വിശിഷ്യ ഭാരതത്തിന്റെ ശാസ്ത്രജ്ഞന്മാരെ ഞാൻ അഭിനന്ദിക്കുന്നു. എനിക്കും എന്നെ പോലുള്ളവർക്കും പ്രചോദനമുണ്ടാകാൻ എൻ്റെ രാജ്യം എല്ലാ സഹോദരങ്ങളും സ്നേഹത്തോടെ, അമ്പലവും പള്ളിയും എല്ലാമുള്ള ഈ നാട് സ്നേഹത്തോടെ കഴിയേണ്ട മാം തെരി ഗോദി മെയിം ഹൈ ബസ്താ മേരാ സച്ചാ സ്വർഗ്ഗതാം ഹേ ഭാരതമാം തുച്ഛക്കോ പ്രണാം എന്ന് നമ്മൾ പഠിക്കുന്ന ഭാരതത്തിന്റെ ഉജ്ജ്വലമായ ആ സംസ്കാരം നിലനിർത്താൻ 4500 വർഷത്തിലധികം ചരിത്ര പാരമ്പര്യമുള്ള ഭാരതത്തിന്റെ പൈതൃകത്തെക്കുറിച്ച് പഠിച്ചവർ ഏതൊരു രാജ്യത്തെക്കുറിച്ച് ലോകത്തിന്റെ മഹത്തായ സംസ്കാരത്തിന്റെ നാടെന്ന് പറയാൻ കഴിയുമോ? അത് ഇന്ത്യയാണെന്ന് വിൽ ഡ്യൂറന്റിനെ കൊണ്ട് പറയിപ്പിച്ച ഭാരതം എന്ന പരിശുദ്ധമായ നാട്. ആ നാടിൽ അഭിമാനം കൊള്ളുന്നു. പക്ഷേ ശാസ്ത്രം എന്നത് അന്തിമ വാക്കല്ല. എങ്കിൽ ഒരു ട്രൂത്ത് വേണ്ടേ? കൺസെപ്ച്വൽ നോളജിനപ്പുറം 100% ട്രൂത്തായ ഒരു അറിവ് വേണ്ടേ? അതാണ് വഹ്യ്, അതാണ് പ്രവാചകന്മാർ അറിവ്. ആ അറിവാണ് ഖുർആൻ.
നോക്കിയോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഔഹൈനാ ഇലൈക കമാ ഔഹൈനാ ഇലാ നൂഹി വന്നബിയ്യീന മിൻ ബഅദി وأوحينا إلى إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وعيسى وأيوب ويونس وهارون وسليمان وآتينا داوود زبورا. ഇത് സൂറത്തു നിസാ അല്ലേ? ഹാഫിളോട് ഇരിപ്പുണ്ട്. ഞാൻ തെറ്റി പറഞ്ഞ മുസ്ലിയാർ എന്നെ അറസ്റ്റ് ചെയ്യും. കായംകുളത്തുനിന്ന് വന്നിട്ട് ഇവിടെ തെറ്റോതാൻ പറ്റൂല, മുസ്ലിയാരെ പിടിക്കുമെന്നാ പറഞ്ഞു. അർത്ഥം എന്താ പറയുക? കൺസെപ്ച്വൽ നോളേജിനെ തിരുത്തുക. അവിടെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോണം. ഈ ഖുർആൻ എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു സാധനം. ഇന്നാ ഔഹൈനാ ഇലൈക, ഓ മുഹമ്മദ് നബിയെ അങ്ങക്ക് നാം തന്നത് വഹിയാണ്. അത് കൺസെപ്ച്വൽ നോളേജ് അല്ല, ധാരണാത്മകമായ അറിവല്ല, അത് 100% സത്യമായ അറിവാണ്. കമാ ഔഹൈനാ ഇലാ നൂഹ്, നൂഹ് നബിക്കും ഇതുപോലെ നാം കൊടുത്തിട്ടുണ്ട്. വൗഹൈനാ നാം നൽകിയിട്ടുണ്ട് ഇലാ ഇബ്രാഹിം, അങ്ങയുടെ പിതാമഹനായ ഇബ്രാഹിമിനും, ഇസ്മായിലും ഇസ്ഹാക്കിനും യാക്കൂബിനും അവരുടെ മക്കൾക്ക് നാം കൊടുത്തിട്ടുണ്ട്. ഇവർക്കെല്ലാം നാം ഇതുപോലെ തന്നെ കൺസെപ്ച്വൽ നോളേജ് അല്ലാത്ത ട്രൂത്തായ അറിവ് കൊടുത്തിട്ടുണ്ട്. 100% സത്യമായ അറിവ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് മുഴുവനും നാം കൊടുത്തിട്ടില്ല. നാം ഉദ്ദേശിച്ചത്രയും കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് ദിവ്യ സന്ദേശമാണ്. ദാവൂദിന് സബൂർ എന്ന ഗ്രന്ഥവും നാം കൊടുത്തിട്ടുണ്ട് ഖുർആൻ. അപ്പൊ മുഹമ്മദ് നബിക്ക് കൊടുത്ത എന്താ? ദിവ്യ സന്ദേശമാ. അപ്പോ ശാസ്ത്രത്തിന് തെറ്റുപറ്റിയാൽ തിരുത്താൻ വഹീന് കഴിയണം. കഴിയണ്ടേ? നിങ്ങൾ നോക്കിയാ, ഞാൻ ചോദിക്കാണ്, റഷ്യയിൽ ഇരിക്കുന്ന മുസാഫ് 13 നൂറ്റാണ്ട് പഴക്കമുണ്ടെന്ന് പറഞ്ഞല്ലോ. ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് ഒരു ഭ്രൂണം, ഒരു പെണ്ണിന്റെ ഗർഭപാത്രം എന്ന് പറഞ്ഞാൽ 50 ഗ്രാം തൂക്കേ ഉള്ളൂ കേട്ടോ. അത്ര വെയിറ്റ് ഒന്നുമില്ല. വലിപ്പം ഒരു തള്ളവിരലും ചൂണ്ടുവിരലും ചേർത്ത് വെച്ച അത്ര വലിപ്പമുണ്ട്, അത്രേ ഉള്ളൂ ഈ ഗർഭപാത്രം എന്ന് പറഞ്ഞ സാധനത്തിന്. ഇതിന് 3 അറിയാ: ആംനിയോൺ, ഖോറിയോൺ, ഡിസിഡുവ. ഇതിനകത്താണ് ഭ്രൂണം വളരുന്നത്. ആംനിയോൺ, ഖോറിയോൺ, ഡിസിഡുവ. സുട്ടുടുവയല്ല, ഡിസിഡുവ. 3 അറ. ഡാർക്കാണ്, ഇരുട്ടാണ്. പ്രതിരോധ ശേഷിക്ക് വേണ്ടി കൊടുത്തതാ. നിങ്ങൾ ഒരു ആയത്ത് നോക്കിക്കേ. യഖ്ലുഖുകും ഫീ ബുത്തൂനി ഉമ്മഹാത്തികും ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ ഫീ ദുലുമാത്തിൻ ഫലാസ. മാതാവിന്റെ ഗർഭപാത്രത്തിൽ 3 ഇരുട്ടറയിൽ നാം നിങ്ങളെ സൃഷ്ടിച്ചു. നിങ്ങൾ തന്നെ പറ, ഏതാ ഇരുട്ടറ? നിങ്ങൾ തന്നെ പറ. ഇപ്പോ സയൻസ്, എന്റെ മോന്റെ പുസ്തകത്തിൽ ഞാൻ കണ്ടു, ആംനിയോൺ, ഖോറിയോൺ, ഡിസിഡുവ. 3 ഇരുട്ടറ കിടക്കുന്നു. അവിടെ പോട്ടെ. ഒരു സ്ത്രീക്ക് X ക്രോമസോമും പുരുഷന് Y ക്രോമസോമും. കുട്ടി ആണും പെണ്ണും ഉണ്ടാവുന്ന എങ്ങനെ? ഒരു പെണ്ണൊരു കുഞ്ഞിനെ പ്രസവിച്ചു, നമുക്ക് സന്തോഷമാണ്, നമ്മൾ പേര് വിളിച്ചു, സന്തോഷമാണ്. കൊച്ചേതാണ്? പിന്നെ ചോദിക്കുന്നത് എന്താ? പ്രസവിച്ചിട്ടോ? എന്താ കുട്ടി? ആണ്. ഇടോ, ആണും പെണ്ണോ ആകുന്ന എങ്ങനാ? അത് പെണ്ണോ ആണോ ഉത്തരവാദി? ചില ആണുങ്ങള് ഭാര്യ പ്രസവിച്ചു, എന്താ കുട്ടി? ആദ്യത്തെ കുട്ടി പെണ്ണ്. അടുത്ത പ്രാവശ്യം ആണിനെ കിട്ടും. അടുത്ത പ്രാവശ്യം അവളെ പ്രസവിച്ചു, എന്താ കുട്ടി? പെണ്ണ്. സ്വർണത്തിന് 64,000. ഇതെങ്കിലും പഠിച്ചവനെ വയൽ തുറന്ന മുസ്ലിയാരെ കൊണ്ട് ദ്വാരപ്പിച്ചു. ഒരാൺകുട്ടിയാവണം, അള്ള തീരുമാനിക്കണ്ടേ മുസ്ലിയാരെ ദ്വാരന്നാലും. 3ാമത് പ്രസവിക്കുന്നതും കാത്തിരിക്കുക, പഠിച്ചവനെ എനിക്ക് ആൺകുട്ടി ഉണ്ടാവണേ. പക്ഷെ അപ്പോഴും പറ്റൂ, എന്ത്? പെണ്ണ്. അവസാനം ഇവന് പെണ്ണിനെ കാണുമ്പോ, ഭാര്യയെ കാണുമ്പോ ഒരു ചുളിവ്. അതിന്റെ അർത്ഥം എന്താ? നീ പെണ്ണിനെ പറ്റി നടന്നോ? ഏട്ടോ, അതിന്റെ റെസ്പോൺസിബിലിറ്റി ആരാ? സയൻസ് പറയട്ടെ, പെണ്ണോ നീയോ? പുരുഷന്റെ, ഒരു ആരോഗ്യവാനായ ഒരു പുരുഷൻ ഒരു സമയത്ത് വിസർജിക്കുന്നവന്റെ ശുക്ലം 3/4 മില്ലിലിറ്റർ ആണ്. 3/4 മില്ലിലിറ്ററിൽ 1 മില്ലിലിറ്ററിൽ 2 കോടി ബീജാണുക്കൾ വേണം, എങ്കിലേ അവന് കുട്ടി ഉണ്ടാവില്ല. കൗണ്ടിങ് ഇല്ല എന്ന് പറയും ഡോക്ടർമാർ, മരുന്ന് കൊടുക്കും. 1 മില്ലിലിറ്ററിൽ 2 കോടി ബീജാണുക്കൾ ഉണ്ടാവണം. ഇതുവരെ ഒരു ശാസ്ത്രത്തിന് എന്താ റീസൺ എന്ന് ഒരു പിടിയും കിട്ടിയിട്ടില്ല. പടച്ചവനെങ്ങാണം ഒരു സമയത്ത് വിസർജിക്കുന്ന ശുക്ലത്തിൽ
6 കോടി ബീജാണുക്കൾക്ക് ജന്മം കൊടുത്താൽ ഒരു പെണ്ണ് പ്രസവിക്കുന്നത് 6 കോടി മക്കൾ. എത്ര റേഷൻ കാർഡ് വേണ്ടി വരും? മൊത്തം BPL താഴെ കൊടുക്കേണ്ടി വരില്ലേ? ബാക്കി എല്ലാത്തിനെയും ഗർഭപാത്രത്തിൽ വെച്ച് നശിപ്പിക്കും. പുരുഷ ബീജത്തിൽ 2 ഘടകമാണ് XY. ഉരുണ്ട തല, നടുവിൽ ശക്തിയുള്ള ഉടൽ, വാല് വേഗത്തിൽ ചലിക്കുന്നത്, അതാണ് Y. ഉരുണ്ട തല, നടുവിൽ ഉടൽ, വാല്, Y അപേക്ഷിച്ചുകൊണ്ട് ചലനശേഷി കുറവുള്ളത്. ഇവൻ വിസർജിക്കുന്ന സമയത്ത് ഇവന്റെ ശുക്ലത്തിൽ നിന്ന് X ആണ് സ്ത്രീയുടെ അണ്ടത്തിൽ പോകുന്നെങ്കിൽ X+X is girl, പെണ്ണാണ്. അപ്പൊ അവന്റെ ഭാര്യ 5 പെറ്റതിന്റെ ഉത്തരവാദി ആരാ? ഇവൻ. എന്നിട്ട് ഇവൻ മുഖം ചുളിക്കുക. ഇവന് നേരെ തിരിച്ചല്ലേ പറയേണ്ടത്? ഏതോ ഇപ്പൊ ശാസ്ത്രം പഠിക്കുന്നത് ഇസ്ലാമിന്. ഇത് ഖുർആൻ പറഞ്ഞു പോയടോ, ആണും പെണ്ണും വേർതിരിക്കുന്നത് പെണ്ണല്ല പുരുഷന്റെ ഘടകമാണെന്ന്. 1400 കൊല്ലത്തിന് മുമ്പ് ചെങ്കടലിന്റെ തീരത്ത് കൂടി ഇഴഞ്ഞു പോകുന്ന കടൽഞണ്ടുകളെ കമ്പി കൊണ്ട് കുത്തിയെടുത്ത് ചുട്ടുതിന്ന് പാതിരാത്രിയിൽ മദ്യം വിളമ്പുന്ന പെണ്ണിന്റെ പാദസരത്തിന്റെ കിലുക്കത്തിന് താളം കൊടുത്ത് നിലാവിന്റെ നിറം നോക്കി പാട്ടുപാടി അറബികളുടെ മുമ്പിൽ വെച്ച് ഒരു സർവകലാശാല ബിരുദം നേടിയിട്ടില്ലാത്ത അറബി ഭാഷയുടെ പ്രാഥമിക ജ്ഞാനം പോലും പഠിച്ചിട്ടില്ലാത്തൊരു പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു പോയി. ആ പഠിപ്പിച്ചു പോയ പ്രവാചകൻ വഅന്നഹു ഖലഖ സൗജൈനി ദക്കറ വൽ ഉൻസ മിൻ നുത്ഫത്തിൻ ഇദാ തുംന. ഉസ്താദിനോട് ചോദിക്കൂ, പുരുഷൻ വിസർജിക്കുന്ന ഇന്ദ്രിയമാണ് ആണും പെണ്ണേയും വേർതിരിക്കുന്നത്, പെണ്ണല്ല എന്ന് പറഞ്ഞു പോയി മുഹമ്മദ് മുസ്തഫ ഖുർആനിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിങ്ങൾ പറ, ശാസ്ത്രത്തെ തിരുത്താൻ ട്രൂത്തിന്റെ അറിവിനെ പറ്റൂ, അത് അല്ലാഹുവിന്റെ റസൂൽ. അപ്പൊ അല്ലാഹു എല്ലാ അറിവും പറയോ? ഇല്ല, അത് ഉദ്ദേശാല കൊടുക്കുന്നു. ഖുർആനകത്തൊരു തെറ്റിങ് കണ്ടു എടുക്കാൻ പറ്റുമോ? ഒരിക്കലും യൂറോപ്യന്മാര് ഖുർആൻ എടുത്തിട്ട് തെറ്റ് കണ്ടുപിടിച്ച്. എന്താണെന്നറിയോ? നിങ്ങൾ കേട്ടോ, ഒരു തെറ്റ് അവർ കണ്ടെത്തുക. ഹാമാൻ എന്ന് പേരുള്ള മൂസായുടെ കാലത്ത് ഒരു മന്ത്രി ഉണ്ടായിരുന്നു എന്ന് ഖുർആൻ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഫറോവയുടെ ഒരു മന്ത്രിയായിരുന്നു ഹാമാൻ. ഖാല ഫിർഔനു യാ ഹാമാൻ, ഫിർഔൻ പറഞ്ഞു, ഹാമാനെ നീ കെട്ടിടങ്ങൾ നിർമ്മിക്കുക. മറ്റ് വേദഗ്രന്ഥത്തിലുള്ളത് ബാബിലോണിയയിലെ ചക്രവർത്തിയുടെ മിനിസ്റ്റർ ആണെന്നാണ്. മുഹമ്മദ് ബൈബിള് കോപ്പി അടിച്ചപ്പോ വന്ന തെറ്റാണെന്ന് ഒറിയലിസ്റ്റുകൾ പറഞ്ഞപ്പോ 1799 ഫ്രഞ്ചിന്റെ ഭരണാധികാരി നെപ്പോളിയൻ ബോണപ്പാർട്ട് അലക്സാൻഡ്രിയക്കടുത്ത് റോസറ്റ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നൊരു കല്ല് കണ്ടെത്തി. ഞാൻ ഈജിപ്തിൽ പോകുമ്പോൾ പോണം കേട്ടോ, റോസറ്റ സ്റ്റോൺ. ഇപ്പൊ വിയന്ന മ്യൂസിയത്തിലുണ്ടത്. 1799 ഫ്രഞ്ച് ഭരണാധികാരി നെപ്പോളിയൻ ബോണപ്പാർട്ട് ഈജിപ്റ്റ് പിടിക്കുന്നത്. പിടിച്ചപ്പോ റോസറ്റ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു കല്ലെടുത്തപ്പോ 3 ലാംഗ്വേജിൽ എന്തോ എഴുതിയിട്ടുണ്ട്. 3 ലാംഗ്വേജിൽ എന്തോ എഴുതി വെച്ചിരിക്കുക അതിനകത്ത്. അതിവരെടുത്ത് ഇപ്പൊ മ്യൂസിയത്തിലുണ്ട് കേട്ടോ. ഒന്ന് ഹൈറോഗ്ലിഫിക് ആണ്, ഒന്ന് ഗ്രീക്കാണ്, മറ്റൊരു ഭാഷയാണ്, നാടൻ ഭാഷയാണ്. ഒരാശയം 3 ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്നു. ഹൈറോഗ്ലിഫിക് അന്ന് ഈജിപ്തിൽ നിന്ന് വിസ്മൃതിയിലായി പോയിരുന്നു. കാരണം ഈജിപ്റ്റ് ആദ്യം ഭരിക്കുന്നത് ഫറോവമാരാണ്. ചിത്രങ്ങൾ കൊണ്ട് അക്ഷരങ്ങൾ ഉണ്ടാക്കുന്നവരായിരുന്നു ഹൈറോഗ്ലിഫിക്. എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞാൽ 4 ചിത്രങ്ങളാണ്. നീ അങ്ങോട്ട് പോകൂ ഇങ്ങോട്ട് വാ എന്ന് പറയുന്നത് 4 ചിത്രങ്ങളാണ്. പക്ഷേ ആ ചിത്രങ്ങൾ ഉള്ളുന്ന ആശയങ്ങളാണ് ഹൈറോഗ്ലിഫിക്. അത് പേപ്പറീസ് എന്ന് പറഞ്ഞ ഈജിപ്തിന്റെ നൈൽ നദിയുടെ തീരത്ത് വളരുന്ന ചെടിക്കകത്ത് നിന്ന് അവർ പ്രത്യേകമായി ഉണ്ടാക്കി എഴുതി വെച്ചിരുന്നു. അതേപോലെ തന്നെ കല്ലുകളിലും അതേപോലെ തന്നെ വലിയ വലിയ സൗധങ്ങളിലും അവർ ഉല്ലേഖനം ചെയ്തിരുന്നു. ഈ ഹൈറോഗ്ലിഫിക് ഉണ്ടായിരുന്ന ആ രാജ്യത്ത് നിന്ന് പിന്നീട് അവിടെ വരുന്നത് അലക്സാണ്ടർ ആണ്. BC 323 മറ്റോ ജനിച്ച അലക്സാണ്ടർ അവിടെ വന്നു. അലക്സാണ്ടർ ഈജിപ്റ്റ് പിടിച്ചപ്പോ പിന്നെ ഗ്രീസ് സംസ്കാരം വന്നപ്പോ ഹൈറോഗ്ലിഫിക് പോയി. അവസാനം അലക്സാണ്ടർ ആ രാജ്യം ഭരണം നടത്തിയിരിക്കുന്ന സമയത്ത് അയാൾ ഇന്ത്യയിലേക്ക് വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് പേർഷ്യയിൽ വെച്ച് മരിച്ചുപോയി. അവസാനം ഈജിപ്തിന്റെ ഭരണാധികാരിയായത് അലക്സാണ്ടറിന്റെ
സേനാധിപതിയായിരുന്ന ടോളമിയാണ്. ടോളമി 1, ടോളമി 2, ടോളമി 3, ടോളമി 4 എന്ന് പറയുന്ന പരമ്പരയിലെ രാജാക്കന്മാർ വന്നപ്പോ പിന്നെ അവിടുത്തെ ശിലകളിലും അവിടുത്തെ സൗധങ്ങളിലുമെല്ലാം ഗ്രീക്ക് ഭാഷകൾ ഉല്ലേഖനം ചെയ്യപ്പെടാൻ തുടങ്ങി. അങ്ങനെയാണ് ടോളമി രാജവംശത്തിൽ ക്ലിയോപാട്ര എന്ന് പറഞ്ഞ അതീവ സുന്ദരിയായ പെണ്ണുണ്ടാവുന്നത്. റോമയുടെ ഭരണാധികാരിയായ ജൂലിയസ് സീസറും ക്ലിയോപാട്രയും തമ്മിൽ പ്രണയബദ്ധരാകുന്നു. അങ്ങനെ ജൂലിയസ് സീസർ സെനറ്റിൽ വെച്ച് കൊല്ലപ്പെടുന്നു. അവസാനം ജൂലിയസ് സീസറിന്റെ കൂടെ ഉണ്ടായിരുന്ന മാർക്ക് ആന്റണി, അഗസ്റ്റസ് സീസറിന്റെ കൂട്ടുകാരനും പെങ്ങളുടെ ഭർത്താവുമാകുന്ന മാർക്ക് ആന്റണി ഈജിപ്തിൽ വരുന്നു. ഈജിപ്തിൽ വന്ന് ക്ലിയോപാട്രയെ കല്യാണം കഴിക്കുന്നു. 2 പ്രസവത്തിൽ 3 കുട്ടികൾ ഉണ്ടാവുന്നു ക്ലിയോപാട്രയ്ക്ക്. അവസാനം ക്ലിയോപാട്ര ബ്രിട്ടീഷ് ഈജിപ്തിൽ ഉണ്ടായിരുന്ന ക്ലിയോപാട്രയും ഭർത്താവും അഗസ്റ്റസ് സീസറിന്റെ ആക്രമണത്തിൽ ആത്മഹത്യ ചെയ്യുന്നു. അവരുടെ ടോംബ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ ഹൈറോഗ്ലിഫിക്ക് പോയി ഗ്രീക്കിന്റെ ഭാഷ മാറി. അവസാനം റോമയുടെ ഭാഷ ഈജിപ്തിൽ വന്നു. അങ്ങനെ റോമയുടെ ഭാഷ ഈജിപ്തിൽ വന്ന് പിന്നെ ഭാഷകൾ മാറി. അത് കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരനായിരുന്ന അംർ ഇബ്നുൽ ആസ് ഈജിപ്ത് പിടിച്ചപ്പോ അറേബ്യയുടെ സംസ്കാരം അറബി ഭാഷയായി ഈജിപ്ത് മാറി. അങ്ങനെ ഭാഷകൾ മാറി മാറി വന്നപ്പോ ഹൈറോഗ്ലിഫിക് മറന്നുപോയിരുന്നു. ഹൈറോഗ്ലിഫിക് മറന്നുപോയിരുന്നു. നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ പട്ടാളക്കാര് റോസറ്റിൽ നിന്ന് കണ്ടെത്തിയ ഹൈറോഗ്ലിഫിക്കിനകത്തിരിക്കുന്ന അക്ഷരങ്ങൾ വായിച്ചപ്പോ ഈജിപ്തിലെ സഖാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റുകൾ കണ്ടെത്തിയ പ്രതിഭയ്ക്കകത്ത് എഴുതി വെച്ചിരിക്കുന്നു. ഖുർആൻ പറഞ്ഞ ഹമാൻ, യാ ഖാല ഫിർഔനു യാ ഹമാൻ, ഹാമാൻ നീ അത് കെട്ടിടം പണിയൂ എന്ന് ഹാമാനോട് ഫിർഔൻ പറഞ്ഞ ഹൈറോഗ്ലിഫിക്കിൽ റോസറ്റ സ്റ്റോൺ എന്ന് കണ്ടെത്തി. ചെങ്കടലിന്റെ തീരത്ത് നിന്ന് അല്പം മാറി മദീനക്കകത്ത് നെറ്റിയിൽ സുജൂദ് ചെയ്താൽ ചെളി വീഴുന്ന നെറ്റിക്കകത്ത് നിന്ന് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് പട്ടിണി കിടന്ന വയറുമായി അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബിയുടെ കാലത്ത് ജീവിച്ച ഫറോവയുടെ മന്ത്രിയായിരുന്നു ഹാമാൻ എന്ന് പറഞ്ഞപ്പോ ബൈബിൾ കോപ്പി അടിച്ച മുഹമ്മദിനെ പറ്റിയ തെറ്റാണെന്ന് ഓറിയലിസ്റ്റുകൾ കണ്ടെത്തിയപ്പോ നൂറ്റാണ്ടുകൾ 5-6 കഴിഞ്ഞ സമയത്ത്, നൂറ്റാണ്ടുകൾ 2-3 കഴിഞ്ഞ സമയത്ത് അവസാനം അവർക്ക് വേണ്ടി തിരുത്തേണ്ടി വന്നെങ്കിൽ ഇന്ന ഔഹൈനാ ഇലൈക കമാ ഔഹൈനാ ഇലാ നൂഹിൻ വൻ നബിയിന മിൻ ബഅദിഹി, ശാസ്ത്രത്തിന്റെ കൺസെപ്റ്റൽ നോളജ് തിരുത്താൻ വഹീനെ മാത്രമേ പറ്റൂ. അത് പിന്നീടാണ് തെളിയിക്കപ്പെടുക. ജാഅൽ ഹഖു വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖ വവജ്ഹു ഇജാസിഹി ഖൗലുഹു അലാ തബഖാത്തിൽ ഫസാഹത്തി വൽ ബലാഗത്തി ഹാദൽ ഖുർആൻ. അതാണ് ഏറ്റവും വലിയ മുഅ്ജിസത്താകുന്ന പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് മുസ്തഫ. ഞാൻ അതിന്റെ അവസാന പാട്ടിലേക്ക് വരുന്നു. ഞാൻ പറഞ്ഞ സുബൈരെ അങ്ങ് പ്രസംഗിക്കും. ഇനി അതിന്റെ ഭാഷാ സൗന്ദര്യം കൂടെ പറയുന്നത് നിങ്ങൾ നോക്കിയേ. ഒരിക്കല് ഈ അറബികൾക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. 50 തലമുറയ്ക്ക് മുമ്പ് ജീവിച്ച ആൾക്കാരുടെ പേര് കാണാൻ പറയും, എഴുതാൻ അറിയില്ലെങ്കിലും. പിന്നെ പെട്ടെന്ന് കവിത എഴുതും. ഒരു അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയുടെ അടുത്ത് കടന്നു. ഫാത്തിമ ബീവിയുടെ അടുത്ത് വന്നപ്പോ ഫാത്തിമ ബീവി എന്തോ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ അലിക്ക് പിടിച്ചില്ല. അപ്പൊ എന്ത് ചെയ്തു? അടിക്കാൻ നിന്നില്ല, ഒരു പാട്ട് പാടി. നഊദു ബില്ലാഹി മിൻ ശർരി ശയാതീനി. പെട്ടെന്ന് ഉണ്ടാക്കിയൊരു പാട്ടാ, അന്നേരം ഉണ്ടാക്കിയൊരു പാട്ട്. പിന്നെ ഞാൻ അറിഞ്ഞത് പെട്ടെന്ന് പാട്ടുണ്ടാക്കുന്ന കുഞ്ചതമ്പിയാരാ. പിന്നെ ഞാൻ അറിഞ്ഞത് അപ്പൊ അലിയാർ തങ്ങളൊരു പാട്ട് അങ്ങോട്ട് ഉണ്ടാക്കി. എന്താ അർത്ഥം? ഇന്ന നിസാ, ഈ പെണ്ണുങ്ങൾ, എന്തോ പെണ്ണുങ്ങളുടെ ചില സ്വഭാവം ഇഷ്ടപ്പെടാതെ വന്നപ്പോ അദ്ദേഹം പാടിയതാ. ശയാത്തീനൻ, അവര് ശൈത്താനാണോ? ഹുലിക്കിലല്ല, ഞങ്ങൾക്ക് വേണ്ടി പടയ്ക്കപ്പെട്ടു. നഊദു ബില്ലാ, പടച്ചവനെ നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കുന്നു. മിൻ ശർരി ശൈത്താൻ, ഈ ഈറ്റയുടെ ശർറിൽ നിന്നോ. നമുക്കൊക്കെ വേണ്ടി ഒരു ദുആ, പ്ലൂറൽ, അത് ബഹുവചനമാണ്. ഫാത്തിമ അടുത്താ പാടിയത്. അറബി സിംഹാസനത്തിൽ അറബി സാഹിത്യത്തിന്റെ ഉന്നത ശീർഷങ്ങൾ വിരാജിക്കുന്ന ഖുസൈബിന് കിലാബിന്റെ പരമ്പരയിൽപ്പെട്ട ഹാഷിമിന്റെ മകനായ അബ്ദുൽ മനാഫിന്റെ ഒക്കെ സന്താന പരമ്പരയിൽപ്പെട്ട അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദിന്റെ മോള സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കണക്ക് നോക്കിയ വിടുവോ? അല്പം ഞാൻ ഊഹിക്കുക. മുണ്ടൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു പാട്ട് തിരിച്ചു പാടി. അന്നേരം കൊണ്ടാക്കിയത് അലി ഈ കൊണ്ട് തുടങ്ങി, ഫാത്തിമ ഈ കൊണ്ട് തുടങ്ങി. അലി നീ കൊണ്ട് അവസാനിപ്പിച്ചു,
അതേ നീ കൊണ്ട് പ്രാസത്തിൽ ഫാത്തിമ അവസാനിപ്പിച്ചു. എന്താ അർത്ഥം അറിയോ? ഇന്നന്നിസാ, തീർച്ചയായും പെണ്ണുങ്ങൾ, റയാഹിനുൻ, സുഗന്ധമുള്ള റൈഹാൻ പുഷ്പങ്ങളാണ്. എന്റെ ഉമ്മമാരെ, നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഫാത്തിമാക്ക് വേണ്ടി ഓദിക്കോ ഒരു ഫാത്തിഹ. റയാഹിനുൽ, സുഗന്ധമുള്ള റൈഹാൻ പുഷ്പങ്ങളാണ്. ഖുലിഖനലക്കും, ഞങ്ങളെ സൃഷ്ടിക്കപ്പെട്ടത് നിങ്ങൾക്ക് വേണ്ടിയാണ്. വകുല്ലുക്കും തസ്തഹി, നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കാറില്ലേ? ഞങ്ങളെ ശൈത്താൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ച നിങ്ങൾ ആഗ്രഹിക്കാറില്ലേ? ശമറയാഹിനി, ആ പൂവിനൊരു ഉമ്മ കൊടുക്കാൻ ബീബി ഫാത്തിമ. എന്തൊരു മനോഹരമായ കവിത! നിങ്ങൾ എന്താ പറഞ്ഞ? ഞങ്ങൾ പെണ്ണുങ്ങൾ ശൈത്താനെന്നാ? നിങ്ങളൊക്കെ ആഗ്രഹിക്കില്ലേ ഞങ്ങളെ ഒന്ന് ഉമ്മ വെക്കാൻ? അത്ര സുഗന്ധമുള്ള പൂക്കളാന്ന്. അലി പിന്നെ പോയെടുത്ത് പുല്ലെങ്കിൽ ചില്ലെന്നാ. അതാണ് ഫാത്തിമ. ഇങ്ങനെയുള്ള സാഹിത്യമുള്ള സ്ഥലത്താണ് റസൂലുള്ളാഹിക്ക് ഖുർആൻ ഇറങ്ങിയത്. അതിനു മുമ്പ് ഒരു വേദഗ്രന്ഥം പഠിക്കാൻ പോയിട്ടില്ല. അതിനു മുമ്പ് ഒരു പുസ്തകം വായിക്കാൻ റസൂല് പോയിട്ടില്ല. എത്ര മനോഹരമായ വചനത്തിലൂടെ അവരെ ഹൃദയത്തെ തന്നെ സ്വാധീനിച്ചു. വശംസി വളുഹാഹാ വൽഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ വല്ലൈലി ഇദാ യഗ്ശാഹാ വസ്സമാഇ വമാ بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها. എല്ലാം ഹാ 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 ഹാ. എന്താ അർത്ഥം? അർത്ഥം ഇപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരിക്കൽ പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.